കോട്ടൂർ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരുടെ വാക്കുകളുണ്ട്. അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഉസ്താദുമാരുടെ വാക്കുകളാണ്, യാഥാർത്ഥ്യമാണത്. ആൺകുട്ടികളുടെ ചാടിപ്പോക്കെന്നോ ആൺകുട്ടികൾ അതിന്റെ 10 ഇരട്ടിയായിരിക്കും പെൺകുട്ടികളുടെ ചാടിപ്പോക്ക്. പഴയ കാലത്തുള്ള മഹാന്മാരുടെ ചില വാക്കുകൾ ഞാൻ ഇന്നിവിടെ പ്രസംഗത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എന്റെ പെങ്ങളെ, കോട്ടൂർ ഉസ്താദിന്റെ വാക്കുകളാണിത്. അസ്രാഈലിന്റെ വരവും ഒരു നന്ദിയും ശുക്രുമില്ലാതെ പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകളും അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല എന്ന ആ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമാണ്. വലിയ വലിയ കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ അവസരം ലഭിച്ച ആളുകളുടെ വീടുകൾ വരെ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ഉം 5ഉം കുട്ടികളുള്ള ഒരു പെണ്ണ് ഒരു ദയ പോലുമില്ലാതെ ചാടിപ്പോകുന്നത്, ഈമാനിന്റെ വെളിച്ചം കിട്ടിയ പെൺകുട്ടികൾ 5 മക്കളുള്ള പെണ്ണൊക്കെയാണ് ചാടിപ്പോകുന്നത്. അല്ലാഹു തആല അവൾക്കൊക്കെ കൊടുക്കുന്ന ഭവിഷ്യത്തുകൾ അത് വഅദ് പറയണ്ട. ഇപ്പോഴത്തെ സാഹചര്യം വഅദ് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. എന്നാലും ചിലത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഭാഗത്ത് പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകൾ എന്ന് പറയുമ്പോ പഴയ കാലത്ത് മാതാപിതാക്കളോട് വലിയ കൃപയുള്ളവരാണ് പെൺമക്കൾ. പെൺകുട്ടികൾക്ക് വലിയ കൃപ അത് ആൺകുട്ടികളെക്കാളും അല്ലാഹു തആല കൊടുത്തൊരു അനുഗ്രഹമാണ്. പക്ഷേ ആ പെൺകുട്ടികൾ പോലും 18 വയസ്സ് തികയാൻ 1 or 2 ആഴ്ചയുള്ള ഒരു പെൺകുട്ടിയുടെ ഷാഢ്യം, ഇന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം, ഇന്നാലിന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. മോളെ 2 ആഴ്ച പോലില്ല 18 തികയാൻ. ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ചാടിപ്പോകും. എത്ര ലാഘവത്തോടെ ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കി, വാപ്പയുടെ മുഖത്ത് നോക്കി ഒരു പ്രശ്നവുമില്ലാതെ ചാടിപ്പോകുമെന്ന് പറയുമ്പോ എന്തായിരിക്കും മോളെ ആ പാവങ്ങളുടെ വേദന? നീ ഒന്ന് വളരട്ടെ, നിനക്കും കാണാം. ഞാൻ എന്റെ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്ന വാക്കുകളല്ല ഞാൻ പറയുന്നത്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ കുറച്ചല്ല മോനെ, നല്ല ഉഷാറായിരുന്നു മോൻ, കുറച്ചപ്പോ എല്ലാം കുറച്ചു. ഇതൊന്നും ഇങ്ങോട്ടേക്ക് മോനെ, ഈ ബോക്സ് ഇങ്ങോട്ടേക്ക്. അത് കുറച്ചല്ല മോനെ, മോൻ കളിച്ചല്ലേ, നല്ല സെറ്റ് മോന്ന് കളിച്ചുട്ടാ, ചെറിയൊരു കളി കളിച്ചു. മോളെ, എന്ത് കടുപ്പമുള്ള വാക്കാണ്. ചാടിപ്പോകുമെന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട എന്റെ സഹോദരികളോട് പറയാ, ഈ ഉമ്മയും വാപ്പയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇന്നും മലപ്പുറം ജില്ലയിൽ വേദനിക്കുന്ന കഥകളാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി പറയാ, എനിക്കവനെ വേണ്ട. ഇതെന്താ കളിയാണോ എന്റെ പെങ്ങളെ? കോവിഡ് കാലത്തിന് ശേഷം വല്ലാതെ വ്യാപിക്കുന്നുണ്ട്, വല്ലാതെ വിഷമിക്കുന്ന രംഗമാണ്. ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തിയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ വാക്കുകൾ, എനിക്കവനെ വേണ്ട. അപ്പൊ വാപ്പൊന്ന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിക്കാതിരിക്കോ? മക്കളെ, നിങ്ങൾക്ക് വേണ്ടി എത്രയാ ഉപ്പ കഷ്ടപ്പെട്ടത്. ആ ഉപ്പയൊന്ന് കഷ്ടപ്പെട്ടപ്പോ വേദനിച്ചുകൊണ്ട് ഒന്ന് ദേഷ്യം പിടിച്ചതോടുകൂടെ ഈ പെൺകുട്ടി പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, 18 വയസ്സ് തികയുന്നതിന് മുമ്പ് വാപ്പയും ഉമ്മയും എന്നെ കല്യാണം കഴിച്ചു വിട്ടു. ഈമാനുള്ള പെങ്ങളെ, ആ സാധുക്കൾ നീ 20 കൊല്ലത്തെ തടവിലാണ്. ഇവിടങ്ങളൊക്കെ നിനക്ക് ജീവിക്കാം. അല്ലാഹു തആല നിന്നെ 10 ഇരട്ടി അനുഭവം അല്ലാഹു നിനക്ക് 10 ഇരട്ടി നൽകിയിട്ടേ പോലെ നിന്നെ മരിപ്പിക്കൂ. ആ ഉമ്മയുടെ കരച്ചിൽ ആരോട് പറയും? ആ വാപ്പയുടെ വേദന ആരോട് പറയും? മോളെ, 20 കൊല്ലത്തെ തടവാണ്. ഈ പെൺകുട്ടിയുടെ ഒരൊറ്റ ഫോൺ കോൾ കാരണമായി ആ പാവങ്ങൾക്ക് 20 കൊല്ലത്തെ
തടവ് ശിക്ഷ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ആരോട് പറയും പിതാക്കളെ ഈ വേദനകളും ഈ പ്രയാസങ്ങളും? അതിലേറെ വേദനിക്കുന്ന വാക്കുകളാണ് എന്റെ കുട്ടികളോട്, പെൺകുട്ടികളോട് പറയട്ടെ. മോളെ, ഒരു പെൺകുട്ടി ഇന്നും വാട്സപ്പിലൂടെ പറക്കുന്നുണ്ട് മക്കളെ. ആൺകുട്ടികളോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തും, ഇന്നും പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? ഒരു ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്ന 20 വയസ്സിന്റെ താഴെയുള്ള ഒരു പെണ്ണ് ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്നത് കാണാൻ വയ്യ. ഒരു ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടി തുറപ്പിക്കുന്ന കാഴ്ചകൾ. മോളെ, എന്തിനാണെന്നറിയോ? മോളെ, നിന്റെ ഉമ്മയാണ് വന്നിരിക്കുന്നത്. നിന്റെ കാമുകൾ നിന്നെ കൊണ്ടുപോകാൻ ചതിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നീ ഉമ്മയുടെ കൂടെ പോകുന്നില്ലേ എന്ന് ചോദിച്ചതും ആ പെൺകുട്ടി ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത് ഇത് പറഞ്ഞതോടുകൂടെ ആ ഉമ്മ മോളെ ഈ പെൺകുട്ടിയുടെ 2 കാലങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് മോളെ ഒരു നെടുവീർപ്പെന്ന് വിടുന്ന വിളിയുണ്ട്. ആ മകളുടെ കാലിന്റെ അടിയിലാണ് ഉമ്മയുടെ തല കിടക്കുന്നത്. ആ ഉമ്മ മകളുടെ കാലങ്ങ് കൂട്ടിപ്പിടിക്കുമ്പോ മോളെ ആ ഉമ്മയെ ചവിട്ടുന്ന ഈ മകളെ കാണണം. ആ ഉമ്മയാണ് 2 കൊല്ലത്തോളം ഈ പെൺകുട്ടിക്ക് മുല കൊടുത്ത് വളർത്തിയിട്ടുള്ളത്. പോകട്ടെ, ഈ കാണുന്ന 20 വയസ്സ് വരെയും ആ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് വളർത്തിയ ഈ ഉമ്മയുടെ ആ മാറിടത്തിലേക്ക് ചവിട്ടുന്ന മകളെ കാണണം. മാത്രമല്ല തലയിൽ ചവിട്ടി കവടത്തെ ചവിട്ടി നിൽക്കുന്ന കാഴ്ച. ഏതോ ഒരു ചെക്കന് വേണ്ടിയിട്ട്, ഏതോ ഒരു ചെക്കന് വേണ്ടി അവന് നീ മാത്രമായിരിക്കില്ല മോളെ, ചതിയനാണ് അവൻ. അവന് നിന്നെ പോലത്തെ വേറെയും പെൺകുട്ടികളുണ്ട് മക്കളെ. ഞാൻ എന്റെ പെൺമക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്താം. ഏതെങ്കിലും ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി മോളെ, അവന് നീ മാത്രമായിരിക്കില്ല, അത് വെറുതെയാണ് മോളെ. അവന് നിന്നെ പോലെ വേറെ കുറെ എണ്ണമുണ്ട്. അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. മോളെ, ആർക്കും വേണ്ടാത്തവളായി നീ റോഡരികിലോ മറ്റോ ഇരിക്കുമ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും നിന്നെ കാണാൻ വരും മോളെ. കുടുംബത്തെ നാടൻ കെടുത്തിയവളല്ല നീ, കുടുംബത്തെ പറയിപ്പിച്ചവളല്ല നീ. നാട്ടുകാര് വരുമോ മോളെ? ഇല്ല. പക്ഷേ ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു മക്കളെ, ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ ഒരു ജീവി നിന്റെ അരികിലേക്ക് വരും. ആ ജീവി നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അണച്ചുകൂട്ടും. മോളെ എന്ന് വിളിക്കും. നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കും. നീ ആർത്തിയോടെ കടിക്കുമ്പോൾ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വല്ലാതെ കരയും. ആരാണെന്നറിയോ? മോളെ, നിന്റെ കാമുകനാണ് ഈ നിൽക്കുന്നത്, ചതിയൻ. അവന്റെ കൂടെയാണോ നീ പോകുന്നത്? അതോ നിന്റെ ഉമ്മ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു മോളെ? നിന്റെ ഉമ്മയുടെ കൂടെ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മോളെ, നിന്റെ കാൽക്കലക്ക് വീണ് നിന്റെ ഉമ്മയില്ലേ? ആ ഉമ്മ ആര് നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാലും മോളെ, ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. നിന്റെ ഉമ്മാക്ക് നിന്നെ ജീവിതത്തിൽ പെൺമക്കളെ നിങ്ങളെ മറക്കാൻ കഴിയില്ല. കാരണം മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്നീ മോളെ നിന്റെ നെഞ്ചത്തുള്ള എല്ലുകളെങ്ങാനും പൊത്തിമുറിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, നിങ്ങളുടെ വേദന എത്രയായിരിക്കും മോളെ? ഈ വഅദ് പറയുന്നവന്റെ നെഞ്ചിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തിയെടുത്ത് കൊത്തിവലിക്കുന്നുവെങ്കിൽ മക്കളെ, നമ്മുടെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന മോളെ നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് മോളെ.
പാവമാണ് നിന്റെ ഉമ്മ. നീ വലുതാകുമ്പോ നിനക്കും അറിയാം. ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, മോളെ, ബ്ലേഡ് എടുത്തുകൊണ്ടുവന്ന് നിന്റെ കൈകളിലോ കാലുകളിലോ മാറിടത്തിന്റെ ഭാഗങ്ങളിലോ ഉള്ള ഞരമ്പുകളെങ്ങാനും ആ ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് അവിടുന്ന് നിന്റെ ഞരമ്പുകളങ്ങ് വലിച്ചെടുത്താൽ എന്റെ കുട്ടികളോട് പറയുന്നു, മോളെ, 20-30ഓളം വരുന്ന ഞരമ്പുകൾ ജീവനോടെ നിന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുവെങ്കിൽ എത്രയാണ് മോളെ നിന്റെ വേദന? അതിനേക്കാളും വലിയ വേദന നിന്നെ പ്രസവിക്കുമ്പോൾ നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട് മോളെ. ആ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയിട്ടാണോ 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതോ ഒരു ചെക്കന്റെ കൂടെ പോകുന്നത്? അനുഭവിച്ചിട്ടേ മക്കളെ നിങ്ങൾ മരിക്കൂ. അനുഭവിക്കും മോളെ. അല്ലാഹു തആല വിടില്ല. പടച്ച റബ്ബാണ് വലുത്. ഖാലിഖായ റബ്ബ് നിന്നെ പഠിപ്പിക്കുമെന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് മക്കളെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു പ്രശ്നവുമില്ലാതെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയിട്ട നെഞ്ചത്ത് ചവിട്ടി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് മാതാപിതാക്കളെ സമാധാനമുള്ളത്? എവിടെയാണ് സന്തോഷമുള്ളത്? ഞാനൊന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല, ഓളെ, നിന്റെ ഉമ്മയെക്കാളും പച്ച പാവമാണ് നിന്റെ ഉപ്പ. പാവമാണ് നിന്റെ സാധുവായ ഉപ്പ. വാപ്പയെ കുറിച്ച് പല ആളുകൾക്കും അറിയാതെ പോകുന്നു. ഉപ്പ ആരാണെന്നുള്ള വിവരം പല മക്കൾക്കും തിരിയാതെ പോകുന്നു. ഓളെ, നിന്നെ പ്രസവിച്ചിട്ട് ആദ്യമായി നിന്റെ കയ്യിൽ ഒരു മോതിരം കൊണ്ടുവന്നത് നിന്റെ വാപ്പയല്ലയോ? നിനക്കൊരു മാല നൽകാൻ, നിനക്കൊരു വള നൽകാൻ, നിന്നെ കല്യാണം കഴിച്ചു വിടാനാകുമ്പോഴേക്കും നിനക്ക് വേണ്ടി ഒരു 10 പവൻ ഉണ്ടാക്കാൻ മോളെ ഉമ്മാക്ക് കഴിയൂലല്ലോ. നിന്റെ വാപ്പയല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മുടെ വാപ്പാക്ക് കഴിയില്ല. പക്ഷേ നിനക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട ആ വാപ്പയെ നാണം കെടുത്തിയിട്ട് ആ വാപ്പയെ സമൂഹത്തിൽ വഷളാക്കിക്കൊണ്ട് അയാളുടെ പെണ്ണാണ് ചാടിപ്പോയത്, അയാളുടെ മോളാണ് ചാടിപ്പോയത്, നല്ല നാട്ടിൽ പേര് കേട്ട നല്ല തറവാട്ടുകാരനും സ്വീകാര്യനായ മനുഷ്യനെ വഷളാക്കിക്കൊണ്ട് മോളെ, നിന്റെ വാപ്പയാണ് നീ നാണം കെടുത്തിയിട്ടുള്ളത്, നിന്റെ ഉപ്പയാണ് നീ വഷളാക്കിയിട്ടുള്ളത്. ആ സാധുവായ ഉപ്പയെ മാനം കെടുത്തി വഷളാക്കി ഏതോ ഊരു ചുറ്റി നടക്കുന്ന ഒരുത്തന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ വിടില്ല മോളെ റബ്ബ് നിന്നെ. അല്ലാഹുവാണ് വലിയവൻ. നിന്റെ പ്രസരിപ്പ് എനിക്ക് കാണാം മോളെ. ഞാൻ എന്റെ കുട്ടികളോട് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും വരുന്ന സമയത്ത് എനിക്ക് 1-2 ആളുകൾ വിളിച്ചു. ഇവിടെ അടുത്തടുത്ത് ചാടിപ്പോയ കഥകൾ മനസ്സ് പതറിയുന്നു. അതും 4-5 മക്കളുള്ള പെണ്ണൊക്കെയാണ് അത്ര ചാടിപ്പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എവിടെയാണ് ലോകമെത്തി നിൽക്കുന്നത്? എവിടെയാണ്? ഞാൻ എന്റെ ഈമാനുള്ള കുട്ടികളോട് പറയുന്നു, മക്കളെ, ആരെയാണ് വേദനിപ്പിക്കുന്നതും ഓർക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ മനസ്സിൽ ഒരു ചെറിയ വിഷമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച പെൺകുട്ടിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ ഇന്ന് വഅദ് പറയേണ്ട ഒരു കാലമാണ്. മാത്രമല്ല 40 ലക്ഷത്തോളം മുടക്കിയിട്ട് ഒരു പറമ്പ് വിറ്റിട്ട് ഒരു ഹാജി എന്നോട് പറഞ്ഞ, അൽഹംദുലില്ലാഹ്, എന്റെ മോന് ഒരു ഡോക്ടറായി ഉസ്താദേ, 40 ലക്ഷം മുടക്കേണ്ടി വന്ന ഒരു പറമ്പ് വിറ്റു. എന്താ അഭിമാനം എന്നറിയാ. പിന്നെ അയാള് മരിക്കാൻ വല്ല വടിയുണ്ടോ നോക്കി നടക്കുക. കാരണം എന്താ? ഒരു വേശ്യപ്പെണ്ണുമായിട്ട് അവൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഉപ്പ 40 ലക്ഷം ആർക്ക് വേണ്ടി മുടക്കി? മക്കളില്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമയല്ലേ ഉള്ളൂ, ഉണ്ടായിപ്പോയല്ലോ എന്ന് ചോദിക്കുന്ന ഹജ്ജുമാരുണ്ട്. ഇത് വേദനാജനകമായ ചില രംഗങ്ങളാണ്. ഒരു വിഷയമില്ല.
യാതൊരു പ്രശ്നവുമില്ലാതെ വീട്ടിലേക്കൊരു വേശ്യപ്പെണ്ണുമായി കടന്നു വരുന്ന മകനെ കണ്ടാൽ പിതാക്കളെ എന്തിനു പറ്റും നമ്മയൊക്കെ? അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല, എനിക്ക് ഊഹിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനിവിടെ പറയുന്നത്, ഒരു ഭാഗത്ത് മാതാപിതാക്കളെ മനസ്സ് പൊട്ടിച്ച് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, ഇപ്പുറത്തോ ബാപ്പയും വിഷയമില്ല, ഉമ്മയും വിഷയമില്ല, വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വരുന്ന ആൺകുട്ടികൾ. എവിടെയാണ് ജീവിതം? എവിടെയാണ് സന്തോഷമുള്ളത്? എവിടെയാണ് നാട്ടുകാരെ മനസ്സമാധാനമുള്ളത്? ഞാനൊന്ന് തുറന്നു ചോദിക്കുകയാണ്. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ആഴത്തിൽ സംസാരിക്കുകയാണ്. ഒരു ഭാഗത്ത് മാതാപിതാക്കളുടെ മനസ്സ് പൊട്ടിച്ചുകൊണ്ട്, മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഒരു വേദനിക്കുന്ന കഥ കൂടെ ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു. മോളെ, ഇതാ ഈ അടുത്ത ദിവസങ്ങളിലായി ഒരു കല്യാണം കഴിഞ്ഞു മോളെ. നാളെയാണ് കല്യാണമാണ്, നാളെ കല്യാണമാണ് എങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള വലിയ കല്യാണമാണ്. നല്ല പേര് കേട്ടൊരു ഹാജിയുടെ മകളുടെ കല്യാണം. ഞായറാഴ്ചയാണ് കല്യാണം. 2,000-ഓളം ആളുകൾ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് ഈ പെൺകുട്ടി ചാടിപ്പോകുന്ന കഥയാണ് ഹാജി കേൾക്കുന്നത്. മനുഷ്യാ, എന്ത് നന്ദി കെട്ടവളാണ് ഇവൾ. ഇവൾക്ക് 4 ദിവസം മുമ്പ് ചാടിപ്പോയി കൂടെ? ആ കല്യാണത്തിന്റെ തൊട്ടു മുമ്പ് ശനിയാഴ്ച രാത്രി വീടിന്റെ പരിസരങ്ങളിൽ പന്തലുണ്ട്, ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ പെൺകുട്ടി ചാടിപ്പോയത്. ഒരുത്തന്റെ കൂടെ ബൈക്കിൻ പിന്നിൽ ചാടിപ്പോവുകയാണ്. നോക്കൂ നിങ്ങൾ ആ വാപ്പയുടെ വേദന. പക്ഷേ അവിടെ പക്വതയുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ ഉപദേശം, ആജിയരെ വിഷമിക്കരുത്, അപ്പൊ നാളത്തെ നിക്കാഹോ അതൊക്കെ ഞങ്ങൾ പരിഹാരം കാണും. ആ ഉസ്താദ് ഈ മനുഷ്യനെ സമാധാനിപ്പിച്ചു, ഞങ്ങൾ പരിഹാരം കാണും. പിറ്റത്തെ ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ഈ വാപ്പയുടെ മനസ്സ്, ഉമ്മയാണെങ്കിലോ ഒരു ഭാഗത്ത് ബോധം കെട്ട് കിടക്കുക എന്ന് പറയാ. എന്താണ് ഈ മോളക്കല്ല വിടുവോ? ഞാൻ പറയുന്നത്, അവസാനം കല്യാണം കഴിഞ്ഞു. പിറ്റത്തെ ദിവസമായപ്പോഴേക്കും ഈ വാപ്പ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അറ്റാക്ക് മരണമാണത്രേ, ജീവിതം തൊലഞ്ഞില്ലേ. ആരോട് പറയും? ഇതുപോലെയുള്ള നന്ദി കെട്ട പെൺകുട്ടികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് മോളെ എനിക്കെന്റെ കുട്ടികളോട് ചിലത് പറയാനുള്ളത്, എനിക്കെന്റെ മക്കളോട് ചിലത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഭാഗത്ത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, മറുഭാഗത്തോ ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താവിനെ ചതിച്ചുകൊണ്ട്, പാതിരാ സമയത്ത് പോലും വേറെ ഏതോ ചെക്കന്മാരോട് കുശലം പറഞ്ഞ് തുലക്കുന്ന പെൺകുട്ടികൾ. പെണ്ണെ, ആരെയാണ് നീ ചതിക്കുന്നത്? ഭർത്താവിനെയോ? ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ രാത്രി 1:30 മണി വരെ ഗൾഫിൽ ഒരു സാധുവിന് ഞാൻ കണ്ടിട്ടുണ്ട് മോളെ. രാത്രി 1:30 മണി വരെ പെട്ടിക്കടയിൽ ജോലി ചെയ്തിട്ട് 2 കുബൂസ് എടുത്ത് റൂമിൽ വന്ന് കറിയുണ്ടാക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ. എന്നിട്ടാണ് ഇശാ നിസ്കരിക്കുന്നത്, ഹദ്ദാദ് ചൊല്ലുന്നത്. എല്ലാം കഴിച്ച് 2:30 മണി കഴിഞ്ഞിട്ടാ പാവപ്പെട്ടവൻ കിടക്കുന്നത്. രാവിലെ 5:30 മണിക്ക് മോളെ കട തുറക്കേണ്ടതുമുണ്ട്. അതിന്റെ ഇടയ്ക്ക് സുബ്ഹിക്ക് എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കണം. 2-3 പേജുകൾ ഖുർആൻ ഓതുന്ന ഒരു നല്ല മനുഷ്യനാണ്. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നീണ്ട 16-18 മണിക്കൂറൊക്കെ കഷ്ടപ്പെടുന്നവനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ നിലക്ക് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യുന്നത്? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഉസ്താദേ, എന്റെ ഭാര്യ പച്ചപാവമാണ്. ഞാൻ അവളുടെ അരികിലേക്ക് ആദ്യ രാത്രി റൂമിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ കൊടുത്ത മഹറല്ലാത്ത മറ്റൊരു ആഭരണം, ഒരു മോതിരം പോലും അവിടെ കയ്യിലില്ല. പച്ചപാവമാണ്, സാധു പെൺകുട്ടിയാണ്. അല്ലാഹു തആല എനിക്ക് 3-4 മക്കളെയും തന്നിട്ടുണ്ട്. അവർക്കൊരു ഇരിക്കക്കൂര വേണം, അവർക്കൊരു ചെറിയ ഇരിക്കക്കൂര ഉണ്ടാക്കണം. ഞാൻ അതിനാണ് ഈ 18-19 മണിക്കൂർ
ഞാൻ കഷ്ടപ്പെടുന്നത്. ഇയാൾ എന്നോട് പറയാ, നിങ്ങൾ കാണുന്നില്ല എന്റെ അധ്വാനം, അതെന്റെ ഭാര്യക്ക് വേണ്ടിയാണ്. എന്റെ ഭാര്യ പച്ചപാവമാണ്. നാട്ടുകാരെ, ആ സാധു മനുഷ്യൻ വീടെടുത്തു ഉദ്ഘാടനത്തിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ വന്നപ്പോൾ മക്കളുണ്ട്, ആ സഹോദരന്റെ ഉമ്മയുണ്ട്, പക്ഷേ ഭാര്യയില്ല. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യന്റെ മനസ്സൊന്ന് പതറൂലേ? അറിയാതെ മൂത്ത മകളോട് ചോദിച്ചു, ഉമ്മ അഥവാ ഭാര്യയെ കാണാനുള്ള ഒരു മഹബത്തെ. ഭാര്യ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത റഹ്മത്താണ്. ഭാര്യയെ കാണാനുള്ള ഒരു മഹബത്ത്. അപ്പൊ മകള് പറഞ്ഞ മറുപടി, ഉപ്പാ, ഉമ്മ ഇന്ന ചെക്കന്റെ കൂടെ ചാടിപ്പോയി, ഉപ്പ ഇന്നാരിന്റെ വ്യക്തിയുടെ കൂടെ ചാടിപ്പോയി, നാണം കെട്ടവൾ. നിങ്ങൾ ആലോചിച്ചു നോക്കും, 4-5 കുട്ടികളുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് ഈ മനുഷ്യൻ. ആ മനുഷ്യൻ വന്നപ്പോഴേക്കും അവൾ ആ പഴയ ബന്ധം, ആ പഴയ ശൈലി, വാട്സപ്പിലൂടെ ഗ്രൂപ്പുകളിലുള്ള ബന്ധം, എന്നിട്ട് ചാടിപ്പോയി. എത്രയെന്ന് ഞാൻ ഈ പറഞ്ഞത് മുഴുവനും കഥകളല്ലേ, ഈ ഉമറാക്കളിരുത്തി ഉസ്താദുമാരിരുത്തി നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നതാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. നടന്നത് ഇനി ഞാൻ കുറച്ച് പറയാൻ പോവുകയാണ്. എവിടെയാണ് നാട്ടുകാരെ സമാധാനവും സന്തോഷവും ഉള്ളത്? ഒരു ഭാഗത്ത് ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ, പറയാൻ കഴിയൂല. ഭർത്താക്കന്മാരെ ചതിക്കരുത് പെണ്ണെ. ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ പാതിരാ സമയത്ത് പോലും രാത്രി 12 മണിക്ക് 1 മണിക്ക് വാട്സപ്പിലൂടെ ചിരിച്ച് കളിച്ച് എന്തുമാത്രം തമാശകൾ പറയുന്ന പെണ്ണ്. ആരോട്? ഭർത്താവിനോടല്ല, വേറെ ഏതോ ചെക്കനോട്. അല്ലാഹു തആല അവളെ വിടുവോ? ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ. മറുഭാഗത്തോ ഈമാനുള്ള ദീനിന്റെ പടയാളികളെ, ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാർ. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതലാണ്, പറയാതിരിക്കാൻ വയ്യ. ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാർ. ഭാര്യമാരെ ചതിക്കരുത് മുസ്ലിമീങ്ങളെ. ഭാര്യമാരെന്ന് പറയുന്ന നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഭാര്യമാരെ ചതിക്കരുത്, ഭാര്യമാരെ വഞ്ചിക്കരുത്. പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് പോലും ഏതോ പെൺകുട്ടികളോട് കുശലം പറയുന്ന പുരുഷന്മാർ, രാത്രി സമയത്ത് പോലും മറ്റു പെൺകുട്ടികളോട് തമാശ പറയുന്ന, കുശലം പറയുന്ന പുരുഷന്മാരെന്ന് പറയാൻ പറ്റുമോ? വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യമാരെ ചതിക്കുന്നവൻ അവൻ എന്തു പുരുഷനാണ്? അവനൊരാണാണോ? ഭാര്യമാരെ വഞ്ചിക്കരുത്, ഭാര്യമാരെ ചതിക്കരുത്. നമുക്ക് വേണ്ടി ജീവിക്കുന്നവളാണവൾ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവളാണവൾ. ഭാര്യമാരെ ചതിക്കരുത് നാട്ടുകാരെ. ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭാര്യമാരെ നമ്മുടെ മക്കളുടെ ഉമ്മയാണത്, നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണത്. നാണമുണ്ടോ നമുക്ക്? നമ്മുടെ മക്കളുടെ ഉമ്മയെ ചതിച്ചിട്ട് വേറെ പെൺകുട്ടികളോട് കുശലം പറഞ്ഞ് ജീവിക്കാൻ നാണമുള്ളൊരു മനുഷ്യൻ ചെയ്യോ? ഇതൊന്ന് പുരുഷന്മാരിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്ത ഒരാളല്ല ഞാനിപ്പോ ഇവിടെ എന്താ പറയേണ്ടി പെടുത്ത? നിങ്ങൾ ഏതൊരു ലോകത്ത്, ഈ ചോട്ടക്കുട്ടികൾ അവരിങ്ങനെ കളിച്ചിരിക്കണേ, നിങ്ങളാണെങ്കിൽ എവിടെയോ പോയിരിക്കണേ. ഒരു വീഡിയോ, ഒരു കാസറ്റ് കേൾപ്പിച്ചാൽ മതിയായിരുന്നു. നിങ്ങളെ കുറെ വേറെ CD കാസറ്റൊക്കെ ഉണ്ട്, അത് കേൾപ്പിച്ചാൽ മതിയായിരുന്നു. ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ ആളുകളൊന്നും അല്ലല്ലോ. ഇവിടെ നല്ല ഞാൻ എത്ര വന്ന് ബേദറിനാണത്. ഇവിടെ ഉസ്താദ് പറഞ്ഞ 5-9, അതിൻ്റെ ഒത്ര മുമ്പ് ഞാൻ 10-20 വർഷം മുമ്പ് ഇവിടെ ഒന്ന് വേദറിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വേദറിട്ടുണ്ട് ഞാൻ. ആ ഉസ്താദിനെ അറിയില്ല. പക്ഷെ അന്നൊന്നും ഇങ്ങനെയല്ല ഇട്ട്, നിങ്ങൾ വേറെ എവിടെയോ പോയിരിക്കണേ. ഞാൻ ഇപ്പൊ ആരെ മുഖത്ത് നോക്കിയിട്ടപ്പോ വേദറേണ്ടത് ഒരു കൊടുത്തല്ല. ഈ ചോട്ടക്കുട്ടികൾ ഈ 2 ഇതിങ്ങനെ കളിച്ചെടുക്കുന്നുണ്ട്. ഇവരിങ്ങള് കളിച്ചോളിട്ടാ എന്താ ഇടക്കിടക്ക് പൊട്ടണ മോനെ. ഓട്ടെ, അത് ഞാൻ ഇപ്പൊ എന്തായാലും ഇത് നിർത്തിവെച്ചിട്ട് ചരിത്രം പറഞ്ഞു പോണോ അതെനിക്ക് അറിയില്ല കേട്ടാ. എന്താ പറയേണ്ടിന്നൊരു പിടുത്തല്ല. അപ്പൊ ഉമ്മമാര് അൽഹംദുലില്ലാ കുറെ പെങ്ങന്മാര് ശരിക്കും കേൾക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ അവരെത്തി കുറച്ച് എന്താ ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെക്കാളും ബാക്ക് പോയിരിക്കണം? എനിക്ക് മനസ്സിലാണില്ലല്ല. എന്താ ചേരെ പ്രസിഡന്റ് വരാതെ അവിടെ ബാക്ക് പോയിരിക്കണം. എനിക്ക് മനസ്സിലാണില്ല. എന്താ പ്രസിഡന്റ് ആണായിരിക്കും? നിങ്ങളൊക്കെ എന്താ ബാക്ക് പോയിരിക്കണേ? നിങ്ങളൊക്കെ ഒന്ന് മുമ്പോട്ട് വരിക ബീബിങ്ങളെ. നല്ലൊരു പായത് പറയേ, നല്ല പായത് പറയാന്ന്. നിങ്ങൾക്ക് എപ്പോഴാ മടുപ്പാണ് അപ്പൊ നിങ്ങൾ പോയിക്കോളി. ഇതിപ്പോ ഞാനൊരു നല്ലൊരു കുടുംബപായത് പറയാൻ വിചാരിച്ചാണ്.
പക്ഷെ നിങ്ങളാണ് കിട്ടണില്ലല്ലോ കയ്യില്. നിങ്ങൾ കുറെ അപ്പുറത്ത് പോയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവർക്ക് എന്താ ഇവർക്കൊരു മടുപ്പ് വെറുപ്പേറ്റണ്ട? അങ്ങനൊന്നുമില്ലല്ലോ. നിങ്ങളുടെ വരിക ബീബിങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ല ദ്വാരക്ക. ഞാൻ നല്ലൊരു കുടുംബമായെന്ന് പറയാന്ന് വിചാരിച്ചിരിക്കുക. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇതൊരു അതപകേടാട്ടാ. നിങ്ങളിങ്ങനെ ബാക്ക് പോലും ഇവിടെ 4 കുട്ടികൾ ഇരുന്നിട്ട് ഈ കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് ഞാനിങ്ങനെ പറയാം, അത് രസമല്ല. അത് കഴിയുന്നതും നിങ്ങൾ അടുത്ത് വന്നിരുന്നോളി, ഞാൻ പെട്ടെന്ന് നിർത്തും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ പോയിക്കോളി. മുഴുവൻ ഇന്ത്യ രാജ്യമല്ലേ, ഫുൾ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും പോകാം. ഓക്കെ, നമുക്ക് ഭക്ഷണം തന്ന ആളാണ്. ആ മനുഷ്യന്മാരെ അവിടെ പോയിരിക്കുകയാണ്. ആള് വരെ അപ്പുറത്ത് മെല്ലെ പോയിരിക്കുകയാണ്. എല്ലാരും കൂടി വരും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ. ഇങ്ങോട്ട് വന്നോളി ആ ബീബികളെ. ഈ പുരുഷന്മാർക്ക് എന്തത്ര മടിയെന്ന് ഞാൻ ആലോചിച്ചോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നോക്കിയാൽ ആ ഇരിക്കണ ചെറുപ്പക്കാരനൊക്കെ, ആ ടവറിട്ട ചെറുപ്പക്കാരാ, നല്ല സ്റ്റോക്കുള്ള ഇങ്ങോട്ട് വരിക ബീബികളെ. നിങ്ങൾക്ക് വെറുപ്പുണ്ടായിരുന്നിട്ടെ, ഞാൻ തമാശ രൂപത്തിൽ വിളിക്കുകയാണ്. ഇങ്ങോട്ട് വന്നോളി. മടുപ്പ് വെറുക്കണ്ട. ഞാൻ പെട്ടെന്ന് നിർത്തും ഇൻഷാ അല്ലാഹ്. 10 മണിയോട് മുമ്പ് എല്ലാം നിർത്തും. ദുആ വരെ കഴിയും ഇൻഷാ അല്ലാഹ്. ബുദ്ധിമുട്ടിക്കൂല, ചടപ്പിക്കൂല. ഉസ്താദിനോട് പറഞ്ഞേ, അവര് നിസ്കരിക്കാണ്, ഇബാദത്ത് എടുക്കാണ്. അവനെ കഴിഞ്ഞിട്ട് വരും വിചാരിച്ചു. കഴിഞ്ഞിട്ടും നിങ്ങളിട്ട് വരുന്നില്ലേ? അപ്പൊ ഇവനൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വിളിച്ചാണ്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിട്ടൊന്നുമില്ലല്ലോ. ഞാനങ്ങനെ പറയാ, പ്രസിഡന്റിന് വെറുപ്പായി തോന്നുന്നുണ്ടാ? നിങ്ങൾക്ക് എന്നോട് വെറുപ്പായ? മുണ്ടനല്ലേ, മൂപ്പരനല്ലേ പ്രസിഡന്റ്? നിങ്ങൾക്ക് എന്നോട് വെറുപ്പായ? നിങ്ങൾ തന്നെ അവിടെ പോയിരുന്ന എല്ലാരും അവിടെ പോയിരിക്കൂലേ? ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയും. ഒരു ഓട്ടപ്പറച്ചിലാണ്. വെറുപ്പിക്കൂല, ഇടങ്ങാറാക്കൂല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നോക്കി നിങ്ങൾ, ഒരു ഭാഗത്ത് ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ, മറുഭാഗത്ത് ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാർ. ചെറിയൊരു പെട്ടിക്കടയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിലും രാവിലെ തുടങ്ങിയ കച്ചവടം രാത്രി 8-8:30 മണി വരെ കച്ചവടം ചെയ്യുന്ന, അത് 9 മണി വരെ കച്ചവടം ചെയ്യുന്ന ആളുകളെ കാണാം. എല്ലാ കച്ചവടക്കാരും കേട്ടോ, ഇവിടെ കച്ചവടക്കാരുണ്ടെങ്കിൽ അവരെ കുറിച്ചല്ല, ചില കച്ചവടക്കാർ ഞാൻ പറയാം. അങ്ങനെ കച്ചവടം കഴിഞ്ഞിട്ട് ആ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ ഒരു 11-12 മണി വരെ ആ കിട്ടിയത് ഇങ്ങനെ എണ്ണിക്കൂട്ടിയിരിക്കുക. അവസാനം അങ്ങ് ഉറങ്ങും ചെയ്യും. ഭാര്യയോടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ, ഭാര്യയുടെ മുഖത്ത് നോക്കി തബസ്സുമക ഫീ വജ്ഹി സൗജതിക, ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള അമലാണെന്ന് പഠിപ്പിച്ച സുന്ദരമത ദീനുൽ ഇസ്ലാം. ഇത് ദീൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഭാര്യമാരോട് ഒരു കച്ചവടം ചെയ്യുന്ന വ്യക്തിക്ക് പോലും ഒരു അരമണിക്കൂർ ദിവസത്തിൽ, 24 മണിക്കൂറിൽ 23.5 മണിക്കൂറും പോട്ടെ, അരമണിക്കൂറെങ്കിലും ഭാര്യ മക്കളോടൊന്ന് ചിരിച്ച് തമാശ പറഞ്ഞ് കൂടെ ഭക്ഷണം കഴിച്ച് അവരോടൊരു 10 മിനിറ്റ് സംസാരിച്ചിരിക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ എന്താണ് പുരുഷന്മാരെ നമ്മുടെയൊക്കെ ജീവിതം? എന്താണ് നമ്മുടെയൊക്കെ സ്ഥിതി? ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഭാര്യമാരോടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ സമയമില്ലാത്ത ആളുകളുണ്ട്. വേറെ ആളുകളോട് മണിക്കൂറുകളോളം സംസാരിക്കാനും സമയമുണ്ട്. നഊദു ബില്ലാഹ്. ഓ ചെറുപ്പക്കാരെ, തബസ്സുമുക ഫീ വജ്ഹി സൗജതിക, ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അതൊരു പുണ്യമുള്ള അമലാണ്. ഞാൻ എന്റെ ഭാര്യയോട് തമാശ പറഞ്ഞാൽ, ഞാൻ എന്റെ ഭാര്യയോട് 2 വാക്ക് സംസാരിക്കുന്നുവെങ്കിൽ അതിൽ ലഭിക്കുന്ന ബറക്കത്ത് എത്രയാണെന്ന് ദീൻ പഠിപ്പിക്കുന്നു. എത്രയാണതിന്റെ ഐശ്വര്യം പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാണ്. ഭാര്യമാരോട് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ ഞാനിവിടെ നമ്മുടെ മനസ്സിലൊരു കുളിർമ ഉണ്ടാകാൻ പറയാ. ഒരു 25 ലക്ഷം ആസ്തിയുള്ള ആൾക്കും മനസ്സമാധാനം ഇതില്ലെങ്കിൽ ഉണ്ടാവില്ല. നാട്ടുകാരെ, ഭാര്യയോടൊരു സ്നേഹം, ഭാര്യയ്ക്ക് ഇങ്ങോട്ടൊരു സ്നേഹം ഇല്ലെങ്കിൽ വെറുതെയാണ് ഈ വീടും പറമ്പും തോട്ടൊക്കെ.
അപ്പൊ ഭാര്യമാരോട് ചിരിക്കാത്ത കുറെ മനുഷ്യന്മാർ, ഭാര്യമാരോട് വർഷങ്ങളോളമായി. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു, ഉസ്താദേ റജബും കഴിഞ്ഞു, ബറാത്തും കഴിഞ്ഞു, റമദാൻ 30 ദിവസം കഴിഞ്ഞു, ഉസ്താദേ എന്റെ മുഖത്ത് ഇന്ന് വരെ നിങ്ങളുടെ സുഹൃത്ത് ഫുലാനുപുരി ഫുലാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ടെന്നല്ല, അപ്പൊ നോക്കുമ്പോ എന്റെ ഒരു സുഹൃത്താണ്, നല്ല അടുപ്പുള്ള ഒരാളാ, അയാൾ എന്തൊരു സ്വഭാവം അറിയാ. പക്ഷേ അവിടെ ഭാര്യയോട് മിണ്ടിയിട്ട് മാസങ്ങൾ അയക്കണം അത്ര. ഞാൻ അറിയില്ലല്ല, ആ പെൺകുട്ടി ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടു. അല്ലോ, ചില ആളുകളൊക്കെ പള്ളിയിൽ ചെന്ന എന്തൊരു നല്ല സ്വഭാവം അറിയോ. വീട്ടിൽ അതുപോലെ തന്നെ നാലാള് കൂടുന്ന സ്ഥലത്ത് എന്തൊരു സ്വഭാവം ചെറിയും. ഒരു മീറ്റിങ്ങിന് പള്ളിയിൽ വന്നോക്കട്ടെ, എന്തോരം നല്ല സ്വഭാവം അറിയോ. വീട്ടിൽ ചെന്ന നരി മോഡല്. എന്താ ആചാരെ നമ്മളെ പ്രസിഡന്റ് ആജൊക്കെ എന്താ ഇവിടെ ഹാലെന്താ, മൂപ്പരത് കേൾക്കണമെന്നല്ലേ ഞാൻ പറയണേ. ഞാൻ നിങ്ങളെങ്ങനെ വിളിക്കണ്ട്, നിങ്ങൾ എന്താ കേൾക്കണില്ല, സംഭവം മനസ്സിലാടില്ല. ഇവിടത്തെ ഹാലെന്താ ആചാരെ, ആചാരെന്ന് വിളിക്കണീള്ള പ്രശ്നമാണ്. അതൊരു നല്ല വാക്ക, ഒരു മഹബത്തിന്റെ വാക്ക.